ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ജൂൺ 2014 പേപ്പർ 2 പെട്ടത് തന്നെയാണ്. പവർ ആൻഡ് എസ്റ്റിമേഷൻ ആണ്. പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല, നമ്മൾ പറയുന്നതാണ്. അതായത് സെക്കൻഡ് പേപ്പറിൽ പവർ ആൻഡ് എസ്റ്റിമേഷൻ, അതാണ് നമ്മുടെ സബ്ജക്ട്. പവർ ആൻഡ് എസ്റ്റിമേഷൻ അതിൽ ജൂൺ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു, നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പം അതിൽ നമ്മൾ ഇതുപോലെ കഴിഞ്ഞ പേപ്പർ പോലെ തന്നെ, ഇതിന് മുൻപുണ്ടായ ക്വസ്റ്റ്യൻ പേപ്പറുകളെ പോലെ തന്നെ ആദ്യത്തെ പാർട്ട് എന്റർപ്രണർഷിപ്പ്, എനർജി കൺസർവേഷൻ ആൻഡ് IT, അത് 20 മാർക്കാണ്. 20 മാർക്ക് എന്ന് പറയുന്നത് ആ ബുക്ക് വായിച്ചാൽ ഒരു 10 മാർക്ക് കിട്ടാൻ ആര് വിഷമമില്ല. വായിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് മലയാളത്തിൽ ആണ്. ബുക്ക് വളരെ സിമ്പിളാണ്. വീണ്ടും പറയണം, ബുക്ക് ആവർത്തിച്ച് വായിക്കണം. വായിച്ച് ഇവിടെ മനസ്സിലാക്കി എഴുതി പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും നോട്ട് വായിക്കുന്നത് പോലെ ഒരു ശ്രദ്ധ എടുത്ത് അത് വായിച്ചാൽ നമുക്ക് 10 മാർക്ക് വാങ്ങിക്കാൻ ഒരു വിഷമമില്ല. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് എ പാർട്ട്. അതിൽ 20 മാർക്ക് ഉണ്ട്. 20 മാർക്ക് എന്ന് പറയുന്നത് 2 സെന്റൻസ് എഴുതിയാൽ 2 മാർക്ക്. അത് 3 ആയാലും കുഴപ്പമൊന്നുമില്ല, അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തെങ്കിലും എഴുതി വെച്ചാൽ പറ്റില്ല, പോയിന്റ് തന്നെ എഴുതി വെക്കണം. എന്താണ് ചോദിച്ചുള്ളത്, ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾ എഴുതുക, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ മുളക് എത്രയാണെന്ന് ചോദിച്ചാൽ പരിപ്പിന്റെ കാര്യം പറഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി എഴുതിയാൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് 2 മാർക്ക് കിട്ടും. 1 മാർക്കെങ്കിലും കിട്ടാനായിട്ട് ഗവൺമെന്റ് മുഴുവൻ എഴുതിയിരിക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യൻ, അത് ആ ബുക്ക് 22 പേജുള്ള ബുക്ക്, അതൊന്ന് മലയാളത്തിലുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരെയും കഴിഞ്ഞ് ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ കണ്ടുപിടിച്ചേക്കും. ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ആൻ എന്റർപ്രണർ. ഒരു എന്റർപ്രണർ എന്ന് പറയുന്നത് സംരംഭകൻ. എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സംരംഭകത്വം. ഇവിടെ സംരംഭകനെ സംബന്ധിച്ച് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അയാളെ എങ്ങനെയുള്ള ഒരാളായിരിക്കും ഒരു എന്റർപ്രണർ, അതാണ് ചോദിച്ചത്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്, 10-12 കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യം മാത്രം നിങ്ങൾക്ക് അതിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ് മാത്രം. 3 പോയിന്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അതിൽ വിട്ടിട്ട് എഴുതണ്ട. മുഴുവൻ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല. 2, വാട്ട് ഈസ് മെൻ ബൈ നോമിനൽ പാർട്ട്ണർ. എന്താണ് പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ചൊക്കെ വളരെ കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് അത്രയൊന്നും ഇല്ല. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഒന്നിലധികം 2 അല്ലെങ്കിൽ 3, 5, 10 ആളുകൾ കൂടി പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ ഒരു സംരംഭം തുടങ്ങുന്നതിനെ സംബന്ധിച്ചാണ് നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട അധികാരി, മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന പോലെ അതിനെയാണ് നോമിനൽ പാർട്ട്ണർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 5 ആള് പാർട്ട്ണർമാരുണ്ടാവും ഒരു സ്ഥാപനത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരാള്, ഓരോ പോയിന്റിലും ഡിസിഷൻ എടുക്കേണ്ട ആള്, അദ്ദേഹത്തെയാണ് നോമിനൽ പാർട്ട്ണർ എന്ന വാക്കുകൊണ്ട്. അതായത് ഈ 5 പേർക്കും വേണ്ടി ഒരാൾ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ 5 പേരെയും ഒരുമിച്ച് കൂട്ടി തീരുമാനം എടുക്കാനുള്ള സമയം ചിലപ്പോൾ ചില കാര്യങ്ങൾ കിട്ടില്ല, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു. അപ്പോൾ അതിനാണ് നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ആ ഡിസിഷൻ എടുക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് കിട്ടുന്നതാണ് നോമിനൽ പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത്. 3, ലിസ്റ്റ് ദ ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് അതിന്റെ ഫോംസ്, ഏതൊക്കെ രീതിയിലാണ് ഓണർഷിപ്പ് വരുന്നത്, അത് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക, എന്നിട്ട് എഴുതുക. 4, കമ്പയർ റോം ആൻഡ് റാം. IT വരുന്നതാണ്. IT പോർഷൻ മെമ്മറീസ്. 2 തരം മെമ്മറി ഉണ്ട്. ആ മെമ്മറിയെ കുറിച്ചാണ് അത് എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതിൽ ഈ ബുക്കിൽ പറയുന്നുണ്ട് റോം ആൻഡ് റാം.
ഇതിൽ വോൾട്ടൈൽ മെമ്മറി എന്നാൽ എന്ത് എന്ന് ചോദിച്ചിട്ട് ഈ ബുക്കിൽ 33-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വൈദ്യുത പവർ നിൽക്കുന്നതോടെ ഉള്ളടക്കം നഷ്ടപ്പെട്ടു പോകുന്ന മെമ്മറിയെ വോൾട്ടൈൽ മെമ്മറി എന്ന് പറയുന്നു. ഇതിൽ റാൻഡം ആക്സസ് മെമ്മറി, വോൾട്ടൈൽ മെമ്മറി, അതുപോലെ റീഡ് ഓൺലി മെമ്മറി. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കാൻ മാത്രം കഴിയുന്നത്, മറ്റ് വായിക്കാനായിട്ട് കഴിയാത്തതാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോവുക, സപ്ലൈ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോവുക. റാൻഡം ആക്സിസ് മെമ്മറി. അപ്പോൾ അത് ഓരോന്നും എഴുതിയിട്ടുണ്ട് ഈ ബുക്കിൽ, അത് വായിച്ചു നോക്കുക. അതിൽ 33-ാമത്തെ പേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് റാം, എന്താണ് റോം, അത് എന്താണ് ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി, അതൊന്ന് എഴുതി വയ്ക്കുക. അതാണ് നമ്മളോട് ചോദിച്ചത്. ദെൻ വാട്ട് ഈസ് മോർഫിംഗ്? മോർഫിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ വരുന്ന ചില കാര്യങ്ങളാണ്. അതിൽ മോർഫിംഗ് ചെയ്തപ്പോൾ ഒരാളുടെ ബോഡിയിൽ മറ്റൊരാളെ തല വെട്ടി വയ്ക്കുക, അത് ഒരു തരത്തിലുള്ള മോർഫിംഗ് ആണ്. ചീറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്, നല്ല കാര്യത്തിനല്ലാതെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. മോർഫിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടും രണ്ടായിട്ട് നിൽക്കുക, അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഇതാക്കി കൊണ്ടുവരും. അതാണ് ഈ മോർഫിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മോർഫിംഗ്. അത് വായിച്ചു നോക്കുക, എന്നിട്ട് എഴുതി വയ്ക്കാം. 6 ലിസ്റ്റ് ഔട്ട് ഓഫ് ദ കോമൺ കമ്പ്യൂട്ടർ ക്രൈസിസ്. കമ്പ്യൂട്ടറിൻ്റെ 6ാമത്തെ തലമുറയുള്ള കമ്പ്യൂട്ടറാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലുള്ള കമ്പ്യൂട്ടറിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് അത് ക്രൈംസ് എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധിച്ച് കുറ്റകൃത്യങ്ങൾ ഓരോരുത്തർ അപകീർത്തിപ്പെടുത്താനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം, അത് വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പം ഇന്നത് നിയമമായിട്ട് അത് ഗവൺമെൻറ് അംഗീകരിച്ച് പോയിട്ടുണ്ട്. ആളുകളെ ഇത് ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ വരുന്ന ക്രൈംസിനെ സംബന്ധിച്ചാണ് ലിസ്റ്റ് ഔട്ട് സം ഓഫ് ദ കോമൺ കമ്പ്യൂട്ടർ ക്രൈംസ്. കമ്പ്യൂട്ടറിൽ വരുന്ന ക്രൈംസ് അതിനെ സംബന്ധിച്ച് 2 ലൈൻ എഴുതാനാണ് പറഞ്ഞത്. 7 റൈറ്റ് ദ കമ്പോണൻറ്റ് ഓഫ് എൻവയറമെൻറ്റ്. എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക വിഷയം, പരിസ്ഥിതിയെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ വിവിധ വശങ്ങൾ. എൻവയറമെൻറ്റിനെ സംബന്ധിച്ച് പരിസ്ഥിതി സമൂഹത്തിൽ ജനജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് എഴുതാനാണ് പറയുന്നത്. ദെൻ 8 വാട്ട് ഈസ് ദ ഇക്വിറ്റബിൾ ഓഫ് റീസൺസ്, യൂസ് ഓഫ് റീസൺസ്. വാട്ട് ഈസ് ഇക്വിറ്റബിൾ യൂസ് ഓഫ് റിസോഴ്സ്, നോട്ട് ഓഫ് റീസൺസ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ശേഖരിച്ചു വയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് റിസോർവ് ചെയ്യുക. നമ്മൾക്ക് വേണ്ട സമ്പത്ത് റിസോർവ് ചെയ്യുന്ന പോലെ തന്നെ പ്രകൃതിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ആ പ്രകൃതിയുടെ മാറ്റത്തിന് വിധേയമാകുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനെ മാറ്റിമറിക്കാനായിട്ടുള്ള ചില നടപടിക്രമങ്ങളാണ്. അത് ബുക്ക് വായിച്ചിട്ട് വേണം അതിനെ സംബന്ധിച്ച് എഴുതാൻ. അതിൽ കുറച്ച് കൃത്യമായിട്ടൊരു ആൻസർ ഇപ്പം എനിക്ക് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ അത് നിങ്ങൾ ആ ബുക്കൊന്ന് വായിച്ച് നോക്കണം. 9 ഡിഫൈൻ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റം, അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചു വരുന്നതിനെ സംബന്ധിച്ചും. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് 2050 വരുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, സയൻറ്റിസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചു വരിക, അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ്. അതിന് പല കാര്യങ്ങളുണ്ട്. അന്തരീക്ഷത്തിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും ഒക്കെ ആധിക്യം, മോട്ടോർ വാഹനം, മറ്റ് യന്ത്രസാമഗ്രികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ഇടപെടൽ മുഴുവൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സസ്യജലാദികളുടെ കുറവുകൾ, മരങ്ങൾ ഇല്ലാതെ വരിക, പച്ചപ്പ് നശിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൂടും. അപ്പോൾ ഇത് ഭൂമിയിൽ മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന അതിൻ്റെ ഫലമായിട്ട് ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കും.
അതിനെ സംബന്ധിച്ചാണ്. അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ നോട്ട് അത് ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് എഴുതിയാൽ വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഓക്സോൺ ലെയേഴ്സ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സ് പറഞ്ഞാൽ മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്. ഓക്സോൺ ലെയേഴ്സ്, ഓക്സോൺ ലെയറിൽ വിള്ളൽ വീഴുക. ഇപ്പോൾ സൂര്യാഘാതമൊക്കെ വന്ന ആളുകൾ വീഴുന്നു, പെട്ടെന്ന് സൂര്യാഘാതം വന്ന് മരിക്കുന്നതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത്, ഇവിടെ ചൂട് മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയുള്ള സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യന് ജീവജാലങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം. അപ്പം അതിൽ പ്രകൃതിയിൽ തന്നെ ഓക്സോൺ ലെയേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ 180 കിലോമീറ്റേഴ്സ് 180 കിലോമീറ്റർ വരെയാണ് എയർ. ഇതിനപ്പുറം എയർ എന്ന് പറയുന്ന സംഭവിക്കാം നമ്മുടെ ഭൂമണ്ഡലത്തിൽ. അപ്പം അതിൻ്റെ അപ്പുറത്ത് വരുന്ന ഒരു ആവരണമാണ് ഓക്സോൺ ലെയർ. ഈ ഓക്സോൺ ലെയറിൽ വിള്ളലുണ്ടാകാനുള്ള കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും ഒക്കെ ആധിക്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ വിള്ളലുണ്ടാകുകയും സൂര്യനിൽ നിന്നോ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രത്യേക പ്രകാശരശ്മികൾ ഈ ലെയറിലെ വിള്ളലിൽ കൂടി ഭൂമിയിലേക്ക് എത്തും. അത് മനുഷ്യന് അപകടകരമായ രീതിയിലേക്ക് മാറും. അതാണ് ഈ ഓക്സോൺ ലെയറിൻ്റെ വിള്ളൽ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകലിച്ച കൊണ്ട് സംഭവിക്കുന്ന കാര്യം. ഇത് മനുഷ്യപ്രയത്നത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഒരു പ്രതിഫലനമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓക്സോൺ ലെയറിനെ കുറിച്ച് 1-2 വാചകം നമ്മുടെ ബുക്കിലുണ്ട്. അത് വായിച്ച് നോക്കി ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകേണ്ടതില്ല. അതിന് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള അറിവും വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമണ്ഡലത്തിൽ ഒരു നിശ്ചിത അകലത്തിൽ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് കടത്തിവിടാത്ത, അപ്പോൾ ചില ഹാംഫുള്ളായിട്ടുള്ള മനുഷ്യന് ജീവജാലങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകാശരശ്മികളുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അവയെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിച്ച് നിർത്തുക. അതാണ് ഓക്സോൺ ലെയറിൻ്റെ ആവശ്യകത. അതിന് വിള്ളലുണ്ടാകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. കൂടുതൽ എഴുതാനായിട്ടുള്ള സമയമില്ല, അതിൻ്റെ ആവശ്യകതയും ഇല്ല. അപ്പോൾ ഇതാണ് 10 ക്വസ്റ്റ്യൻസ്. അതിൽ 20 മാർക്കുണ്ട്. അത് ബുക്ക് നോക്കി നിങ്ങളത് വായിക്കണം. പിന്നെ പാർട്ട് ബി ആണ് നെക്സ്റ്റ്. പാർട്ട് ബി 80 മാർക്കുണ്ട്, 10 ക്വസ്റ്റ്യനുണ്ട്. 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഇതിൻ്റെ പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനിലും 2ഉം 3ഉം പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിന് മുൻപുള്ള പല ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യന് 2ആയിട്ട് എ ബി ഉള്ളു. ഇതിൽ ABC ഉണ്ട്, 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കും അതിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബി പാർട്ടിലേക്ക് പോകാം. 80 മാർക്ക്. നിങ്ങൾ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. പരീക്ഷയ്ക്ക് 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തുള്ളത്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ, റൈറ്റ് എനി 8 അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ സംബന്ധിച്ച് ഗുണപരമായ അഡ്വാൻറ്റേജസ്, അതാണ് ഗുണപരമായ 8 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അത് 12ഓളം കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. പോയിന്റ് അത് ഇവിടെ ഒന്ന് വായിക്കേണ്ട കാര്യം, പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് പ്രകൃതിക്ക് ദോഷമുണ്ടാകാതെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുന്നില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ചാലക്കുടിക്ക് അപ്പുറത്തുള്ള അതിരപ്പള്ളി ജലവൈദ്യുതിയെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കാണുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ നമ്മളിവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതി തന്നിട്ടുണ്ട്. 12 പോയിന്റ് കൊണ്ട് എഴുതി തന്നിട്ടുണ്ട്. അതിൽ 8 ചോദിച്ചിരുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയാൽ അതിൻ്റെ 8 അഡ്വാൻറ്റേജ് എഴുതാനാണ്. അത് പ്രകൃതിക്ക്
അല്ലെങ്കിൽ മനുഷ്യൻ മറ്റുള്ള പ്രകൃതിക്ക് ദോഷമില്ല. ഇതിന് ഹൈഡ്രോ ഇലക്ട്രിക് പൈസ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. വെള്ളം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന വെള്ളത്തിന് പൈസ കൊടുത്തിട്ട്. മറ്റുള്ള പവർ പ്ലാന്റുകളിലാണെങ്കിൽ തെർമലായാലും ഡീസലായാലും ന്യൂക്ലിയർ ആയാലും അതിനൊക്കെ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ഫ്യൂവൽസൊക്കെ വേണം. ഇപ്പോൾ തെർമലാണെങ്കിൽ കൽക്കരി വേണം, ഡീസലാണെങ്കിൽ ഡീസൽ വേണം, ന്യൂക്ലിയർ ആണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ ആവശ്യമായിട്ടുള്ള പ്ലാറ്റിനം അല്ലെങ്കിൽ യുറേനിയം എന്ന് പറയുന്ന മെറ്റീരിയൽസ് വളരെ വില പിടിച്ച റയറാണ്. അത്തരം മെറ്റീരിയലൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട്. ഇവിടെ വെള്ളമാണ്. വെള്ളം എന്ന് പറയുന്നത് മഴ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അതിന് പൈസ കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഇതിന് വേണ്ടി വരുന്ന ചിലവ് മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയും. തുടക്കത്തിൽ വേണ്ടി വരുന്ന ചിലവ്, അതിന് ഇനിഷ്യൽ കോസ്റ്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഡ്രോബാക്കുകളുണ്ട്, അതും എഴുതിയിട്ടുണ്ട്. നമുക്ക് 10-12 പോയിന്റ് എഴുതിയിട്ടുണ്ട് അഡ്വാൻറ്റേജസ് ആയിട്ട്. അത് നോക്കി നോട്ട് വായിക്കാം. നോട്ടില്ലാത്തവർ നമ്മുടെ പവർ ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ ചെറിയ ക്യാപ്സൂൾ പരുവത്തിലൊരു ബുക്കുണ്ട് അൻവറിൻ്റെ, ആ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് പഠിച്ച് എഴുതിയാലും മതി. അതിൽ ബി പാർട്ട് സ്റ്റേറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്. നേരത്തെയുള്ള ഇതിനു മുമ്പ് പല ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുള്ളതാണ്. പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റിന് ആവശ്യമായി വരുന്ന മെത്തേഡ്. അതിൽ 2 മെത്തേഡിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. പവർ ഫാക്ടർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, പവർ ഫാക്ടർ എന്താണെന്ന് വ്യക്തത ഉണ്ടാകണം. അത് എങ്ങനെയാണ് പവർ ഫാക്ടർ ലോ പവർ ഫാക്ടർ വരുന്നതും ലീഡിങ് പവർ ഫാക്ടർ വരുന്നതും. ലോ പവർ ഫാക്ടർ ആണ് നമുക്ക് എക്കണോമിക്കലായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം, മറ്റേതാണെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് കൂടുതലും ലോ പവർ ഫാക്ടറിലേക്കാണ് വരുന്നത്. കാരണം മോട്ടോറുകളൊക്കെ ധാരാളം വർക്ക് ചെയ്യുമ്പോൾ ലോ പവർ ഫാക്ടറാണ് ആയിട്ടാണ് വൈദ്യുതിയുടെ ഉപയോഗം വരുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ലൈനിൽ കണ്ടൻസർ കണക്ട് ചെയ്യുക, കപ്പാസിറ്റർ കണക്ട് ചെയ്യുക, സിംക്രണസ് മോട്ടർ കണക്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് ഇപ്പോൾ 3 HP അല്ലെങ്കിൽ 1.5 HP ഒക്കെ കണക്ഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കണ്ടൻസർ ഇത്ര കപ്പാസിറ്റിയുള്ള കണ്ടൻസർ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ പേപ്പറിലും കൂടി വരച്ചതിൻ്റെ സർക്യൂട്ടും ഇന്ന കമ്പനി ഇന്ന കപ്പാസിറ്റർ ഇത്ര പവർ അതുള്ളത് അത് MDF മൈക്രോ ഫാരഡ്. അപ്പോൾ അത് അതിൻ്റെ കപ്പാസിറ്റിയും കൂടി 20 മൈക്രോ ഫാരഡ് 100 മൈക്രോ ഫാരഡ് അത്തരം കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ബോർഡിൽ കൊടുത്താലാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടുക. 3 HP അതിൻ്റെ മുകളിലുള്ളതാണെങ്കിൽ പിന്നെ പറയും വേണ്ട, അതനുസരിച്ചുള്ള കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കേണ്ട വരേണ്ട കാര്യങ്ങൾ എൻ്റെ ആവശ്യകത വരുന്നത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. 4 മാർക്കുള്ളൂ ഇതിന്. അതിൽ സി പാർട്ടും ഉണ്ട്. സി പാർട്ട് പറയുന്നത് സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്രൂവ്ഡ് പവർ ഫാക്ടർ ഇൻ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്, അതിൽ സിംക്രണസ് മോട്ടോറുകൾ ഉപയോഗിച്ച് സിംക്രണസ് മോട്ടോർ വർക്ക് ചെയ്യിപ്പിച്ച് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് സാധാരണ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉപയോഗിച്ച് വരുന്നത്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് ജനറേറ്റിംഗ് പവർ സ്റ്റേഷനിൽ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്ന മെത്തേഡിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത് ഒന്ന് ആ രീതിയിൽ മനസ്സിലാക്കും. അതിൽ 3rd ക്വസ്റ്റ്യൻ അത് 3 പാർട്ടാണ്, ABC. അതിൽ A പാർട്ട് ഡ്രോ ദ ലൈൻ ഡയഗ്രാം ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. ലൈൻ ഡയഗ്രാം വരച്ചാൽ മതി തെർമൽ സ്റ്റേഷൻ്റെ. അതുപോലെ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. 8 മാർക്കുണ്ട്. തെർമൽ സ്റ്റേഷൻ്റെ പടം കൃത്യമായിട്ട് വരച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണ്? കൽക്കരിയാണ് സാധാരണ ഉപയോഗിക്കുക. ആ കൽക്കരി ഉപയോഗിച്ച് വെള്ളം എന്ന് പറയുന്ന വാട്ടർ സ്റ്റീമാക്കി മാറ്റി സ്റ്റീം ടർബൈൻ കറക്കി അതിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ലൈൻ ഡയഗ്രാം വരയ്ക്കുക. അതിനെ സംബന്ധിച്ച് ഓരോ ഭാഗത്ത് എക്യുപ്മെൻറ്റ്സ് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി വിവരിക്കുക. അതാണ് 8 മാർക്കുള്ളത്. അത്ര കൂടുതൽ 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാർക്ക് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. എന്തായാലും
നമ്മുടെ സ്റ്റുഡൻസ് കൂടുതൽ എഴുതുന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവർ വളരെ ചുരുക്കി തന്നെയാണ് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ അത് മാർക്കനുസരിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. 8 മാർക്കിന് 2 വരി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്നില്ല. കൃത്യമായിട്ട് പടം വരയ്ക്കേണ്ടത് പടം വരയ്ക്കണം. അതിനെ സംബന്ധിച്ച് ഓരോ ഭാഗത്തെക്കുറിച്ചും എഴുതേണ്ടതാണെങ്കിൽ എഴുതി വയ്ക്കുന്നത് വേണം. അതിൽ ബി പാർട്ട് ലീസ്റ്റ് എനി 4 അഡ്വാൻറ്റേജസ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തെ സംബന്ധിച്ച് 4 അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞത്. 4 അഡ്വാൻറ്റേജ് എഴുതി തന്നിട്ടുണ്ട്. 4 അല്ല 6 7 അഡ്വാൻറ്റേജ് എഴുതി തന്നിട്ടുണ്ട്. എന്താണ് അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അടിയിൽക്കൂടെ ഭൂമിക്ക് അടിയിൽ കൂടി ഭൂമി ചാലൊക്കെ എടുത്ത് അതിൽ കൂടി കേബിൾ ഇട്ട് കൊണ്ടുപോകുന്ന സിസ്റ്റത്തെയാണ് അണ്ടർഗ്രൗണ്ട്. ഭൂമിക്കടിയിൽ കൂടെ വൈദ്യുതി കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. ഫാക്ടറികൾ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ട് കേബിള് അതിന് പ്രത്യേക കേബിൾസാണ് ഉപയോഗിക്കുന്നത്. 4 മാർക്കുള്ളൂ. അതിന് അഡ്വാൻറ്റേജ് മാത്രം എഴുതിയാൽ മതി. കേബിളിനെ സംബന്ധിച്ചൊന്നും കൂടുതൽ എഴുതേണ്ട കാര്യം ഇല്ല. സി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫീഡർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സർവീസ് മെയിൻ. ഫീഡർ എന്ന് പറയുന്നത് എന്താണ്? ഫീഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന ലൈൻ, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലൈൻ പോകുന്നു. ആ ലൈനെ ഫീഡർ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റേഷനിൽ വന്നു അതിനെ നാനാഭാഗത്തേക്ക് സപ്ലൈ കടത്തിവിടുക. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. സർവീസ് മെയിൻ എന്ന് പറയുന്നത് സാധാരണ സർവീസ് ലൈൻ. ഇപ്പോൾ ഒരു നമ്മൾ വഴിയോരത്തൊക്കെ കാണുന്ന സാധാരണ ഇലക്ട്രിക് പോസ്റ്റ് അതിന് മുകളിൽ കൂടി പോകുന്ന ലൈൻ, അതിനെയാണ് സർവീസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നിൻ്റെതായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. മൂന്നിലും ഒഴുകുന്നത് കറണ്ടാണ്, വൈദ്യുതിയാണ്, അല്ലെങ്കിൽ പവറാണ്. പവർ ഉപയോഗിക്കുന്നതിൻ്റെ 3 പേരുകളിലെ വ്യത്യസ്ത പേരുകളിൽ പറയുന്നതെന്ന് മാത്രം. മൂന്നിൻ്റെതായ അത് ഉപയോഗിക്കുന്ന സ്ഥലവും അതിൻ്റെ ആവശ്യകതയും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 4 മാർക്കാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡ്രോ ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് 3 കോർ ബെൽറ്റഡ് കേബിൾ ആൻഡ് മാർക്ക്ഡ് ഓൾ ദ പാർട്സ്. 8 മാർക്കുണ്ട്. അണ്ടർഗ്രൗണ്ട് കേബിളിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ക്രോസ് സെക്ഷണൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഉള്ളിൽ റൗണ്ടായിട്ട് വരയ്ക്കാം. സാധാരണ റൗണ്ടായിട്ട് കേബിൾ വരയ്ക്കാം. ആ കേബിളിന്റെ കേബിള് കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ആ വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഭാഗങ്ങൾ വരച്ച് അതിൽ 3 കോറ് പറഞ്ഞിട്ടുണ്ട്. 3 കോറുള്ള ബെൽറ്റഡ് കേബിൾ ചുറ്റും പിന്നെ ഇതിന്റെ മുകളിൽ വേറെ ആർമറിങ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ലെഡോ അല്ലെങ്കിൽ സ്റ്റീൽ വയേഴ്സോ ഉപയോഗിച്ച് ചുറ്റും. ഓരോ ഇൻസുലേറ്ററിന്റെ പേരുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് 3-4 തരം അണ്ടർഗ്രൗണ്ട് കേബിള് UG കേബിളിനെ സംബന്ധിച്ച് പടം വരച്ചിട്ടുണ്ട്. പടം വരച്ച് ഓരോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് നോട്ടിലുണ്ട്. നോട്ട് നോക്കിയാൽ വായിച്ച് മനസ്സിലാക്കുക. 3 കോർ ബെൽറ്റഡ് കേബിള് അതിന്റെ ഓരോ ഭാഗവും മാർക്ക് ചെയ്യാം, പടം വരയ്ക്കുക. 8 മാർക്കുണ്ട്. അതിൽ ബി പാർട്ട് വാട്ട് ഈസ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്യൂസിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്റെ ആവശ്യകത. ഡ്രോ ദ നീറ്റ് ഡയഗ്രാം ഓഫ് HRC ഫ്യൂസ്. ഹൈ റെപ്യൂട്ടറിംഗ് കപ്പാസിറ്റി ഫ്യൂസ് ആണ് HRC ഫ്യൂസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അത് HRC ഫ്യൂസിന്റെ പടം വരച്ചിട്ടുണ്ട്. എന്റെ വർക്കിംഗ് സംബന്ധിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഫ്യൂസ് എന്താണെന്ന് ഒറ്റ സെന്റൻസിൽ അല്ലെങ്കിൽ 2 വരിയിൽ അവസാനിപ്പിക്കും. എന്നിട്ട് അടുത്ത HRC ഫ്യൂസിനെ കുറിച്ച് അതിന്റെ പടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അതിന്റെ പ്രവർത്തനം കൂടി എഴുതാം. 5ാമത്തെ ക്വസ്റ്റ്യനായിട്ട് സെക്കൻഡ് പേജിൽ എ ഡ്രോ ദ നീറ്റ് ഫിഗർ ഓഫ് 1 പീസ് പിൻ ഇൻസുലേറ്റർ. പിൻ ഇൻസുലേറ്റർ LT പിൻ ഇൻസുലേറ്റർ ഉണ്ട്, HT പിൻ ഇൻസുലേറ്റർ ഉണ്ട്. 25,000 വോൾട്ടിന്റെ ഇൻസുലേറ്റർ വരയ്ക്കാനാണ് പറഞ്ഞത്. നീറ്റ് ഫിഗർ
ഇൻസുലേറ്ററിന്റെ ഫിഗർ നമ്മളെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിലുണ്ട്. അതിൽ 2 തരം ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇൻസുലേറ്റർ 2 തരം ഉണ്ട്. അതിൽ LT ഉണ്ട്, HT ഉണ്ട്. 25,000 വോൾട്ട് എന്ന് പറഞ്ഞാൽ HT പോകും. 25,000 വോൾട്ട് എന്ന് പറഞ്ഞാൽ HT പിന്നെ ഇൻസുലേറ്റർ. അപ്പൊ അതിന്റെ അല്പ ഷേപ്പിലും അതിന്റെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ട്. രണ്ടിന്റെയും പടം നമ്മുടെ ഇതിലുണ്ട്. നിങ്ങൾക്ക് പടം വരച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വരയ്ക്കണം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡ്രോയിങ്ങിൽ നിന്ന് നമ്മൾ തിയറിയിലേക്ക് വരുന്നുണ്ട്. തിയറിയിൽ നിന്ന് ചിലപ്പോൾ ഡ്രോയിങ്ങിലേക്ക് പടം വരയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് പേപ്പറിലേക്കും കൂടി ഉപയോഗിക്കാനായിട്ട് കഴിയും. ബി പാർട്ട്, ഡ്രോ ദ നീറ്റ് ഫിഗർ ഓഫ് സിംഗിൾ ഫേസ് ഡബിൾ സർക്യൂട്ട് ഹൊറിസോണ്ടൽ ഡിസ്പോസിഷൻ ലൈൻ സപ്പോർട്ട് അറേഞ്ച്മെന്റ്. സിംഗിൾ ഫേസ് ഡബിൾ സർക്യൂട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞത്. ട്രാൻസ്മിഷൻ ലൈനിന്റെ ഫിഗറാണ്. അതിൽ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന അത്ര അളവെടുത്തിട്ടൊന്നും വരയ്ക്കേണ്ട കാര്യം ഇല്ല. ഡബിൾ സർക്യൂട്ടിന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ സർക്യൂട്ട് എന്ന് പറയുന്നത് ടവറില് 2 സൈഡിൽ, ഒരു സൈഡില് ഒരു സർക്യൂട്ട്. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈൻ അല്ല, 3 ഫേസ് ആണ് വരുന്നത്. അതിനാണ് ഒരു സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മള് സിംഗിൾ ഫേസിലേക്കല്ല പോകുന്നത്. 3 ഫേസ് സിസ്റ്റമാണ് ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തിലും സ്ഥിതി ചെയ്യുന്നത്. ഇതില് ഒരു 3 ഫേസ്, ഇവിടെ വേറെ ഒരു ഫേസ്. അപ്പോ ഒരു ഫേസ് സിംഗിൾ സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൈഡിനെയാണ്. അപ്പൊ ഇത് 3 ഫേസ് ഒരു സൈഡ്, ഇത് വേറെ സൈഡ്. അപ്പൊ ഡബിൾ സർക്യൂട്ട് ആയിരുന്നു. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പിയല്ല, 3 ഫേസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ പടം വരയ്ക്കുക, അതിനെ സംബന്ധിച്ച് എഴുതാം. അതിന്റെ അറേഞ്ച്മെന്റിനെ സംബന്ധിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ലൈൻ സപ്പോർട്ട്സ്. അതില് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടോർ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ DC മോട്ടറിനെ സംബന്ധിച്ച് അത് ഷണ്ട് മോട്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ DC മോട്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷണ്ട് മോട്ടറിന്റെ പടം വരച്ച് അതിനെ സംബന്ധിച്ച് എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. 4 മാർക്കുള്ളൂ. അതിൽ 3 പാർട്ടുണ്ട്, ABC. അതില് ബി പാർട്ട്, ലിസ്റ്റ് എനി 4 ആപ്ലിക്കേഷൻ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുന്ന അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അതിന്റെ ഉപയോഗം, 4 കാര്യങ്ങൾ. എന്തിനൊക്കെ സിംഗിൾ ഫേസ് മോട്ടോർ ഉപയോഗിക്കുന്നു? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീടുകളിൽ ഹോം അപ്ലയൻസസ് എന്നുള്ള രീതിയിൽ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ തോതിലുള്ള അഗ്രികൾച്ചർ പർപ്പസ് അതിന് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ലെയ്ത്ത് മെഷീൻസ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലതരം ഉപയോഗങ്ങൾ അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ വരച്ച് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ 4 ആപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ആപ്ലിക്കേഷൻസ് എഴുതിയാൽ മതി. 4 മാർക്കുണ്ട്. അതില് സി പാർട്ട്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് വിത്ത് നീറ്റ് ഫിഗർ. സോഡിയം വേപ്പർ ലാമ്പ്, ദാറ്റ് ഈസ് എ ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പാണ് സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞത്. അതിന് 8 മാർക്കുണ്ട്. അതിന് പടം വരയ്ക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യും. 7ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സിൻക്രണസ് മോട്ടോർ. സിൻക്രണസ് മോട്ടറിനെ സംബന്ധിച്ച് അതിന്റെ ഓപ്പറേഷൻ, അതിന്റെ പ്രവർത്തനം, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അത് എഴുതണം. അത് സിൻക്രണസ് മോട്ടർ എടുത്തിട്ടില്ല. അത് നിങ്ങൾ അടുത്ത നമ്മൾ ക്ലാസ് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പം അതിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാലും നിങ്ങളുടെ നോട്ടിലുണ്ടാവില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും സിൻക്രണസ് മോട്ടർ ഇല്ല. അതിൽ നമ്മുടെ സിലബസ് അനുസരിച്ച് സിൻക്രണസ് മോട്ടർ വരുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് നിങ്ങളതിനെപ്പറ്റി ബേജാറാവണ്ട. അപ്പോൾ അത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകൾ മുഖാമുഖം വരുമ്പോൾ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പോൾ അതൊന്ന് തൽക്കാലം വിട്ടു നിൽക്കാം. ബി ലിസ്റ്റ് എനി 3 ആപ്ലിക്കേഷൻ ഓഫ് DC ഷണ്ട് മോട്ടർ. DC ഷണ്ട് മോട്ടർ ഉപയോഗിക്കുന്ന
രണ്ട് കാര്യങ്ങൾ, ഇനി 3 കാര്യങ്ങൾ എവിടെയൊക്കെ DC ഷണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ചോദിച്ചുള്ളത്. 3 മാർക്കുള്ളൂ. അപ്പോൾ അതിന് ഓരോ പോയിന്റിനും ഓരോ മാർക്ക്. സി, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് വർക്കിംഗ് ഓഫ് ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ്. ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് ഇതിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സോഡിയം വേപ്പർ ലാമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഡിസ്ചാർജ് ലാമ്പ്സാണ്. അപ്പോൾ ഈ രണ്ടും നമ്മൾ ഓരോ ഡിസ്ചാർജ് ലാമ്പിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. പടം വരച്ച് അതിൻ്റെ വർക്കിംഗ് എഴുതേണ്ടതാണ്. പടം വരച്ച് പഠിക്കാൻ മാർക്കുള്ളൂ. വേറെ അതിൻ്റെ എളുപ്പവഴിയൊന്നും ഇതിലില്ല. അങ്ങനെ ഞാനിപ്പോൾ ബോർഡിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ നോട്ടിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ നോട്ടിലായിരിക്കും ഇത്തരം ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് കുറച്ചും കൂടി വ്യക്തതയിൽ എഴുതി തന്നിട്ടുണ്ടാകും. അപ്പോൾ അത് നോട്ട് നോക്കുക, വരച്ച് പഠിക്കുക, എന്നിട്ട് എഴുതാൻ മതി. 8ാമത്തെ ക്വസ്റ്റ്യൻ, എ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട്മീറ്റർ. വാട്ട്മീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നൊക്കെ അറിയാം. പവർ അളക്കുന്നതിന് വേണ്ടിയുള്ള ഇതാണ് വാട്ട്മീറ്റർ ഉപയോഗിക്കുക. അതിന് ഡൈനാമോമീറ്റർ ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഡൈനാമോമീറ്റർ ടൈപ്പാണ് സാധാരണ ചോദിക്കാറുള്ളത്. ആ ചോദ്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. 8 മാർക്കുണ്ട്. അത് വായിച്ച് പഠിച്ചിട്ട് എഴുതി. ബി പാർട്ട്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ. നേരത്തെ ഇതിന് മുൻപുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ തന്നെ ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 മാർക്ക്. അപ്പോൾ അതിൽ 2 ഉള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും മാത്രമേ ഉള്ളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ, എ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇൻസുലേഷൻ ടെസ്റ്റിംഗ് മെഗർ വിത്ത് നീറ്റ് ഫിഗർ. മെഗറിന്റെ പടം, ഇൻസുലേഷൻ മെഗറിന്റെ പടം വരയ്ക്കുക. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇൻസുലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഇപ്പോൾ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേഷൻ മെഷർ ചെയ്യണം. അതിന്റെ ഇൻസുലേഷൻ ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ്, ഫേസ് ലൈൻ പോകുന്നതും ന്യൂട്രൽ ലൈനും തമ്മിലുള്ള എത്ര ഇൻസുലേഷൻ ഉണ്ട്, ഇത്ര മെഗോ ഓം വേണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് നിർദ്ദേശിക്കുന്നുണ്ട്. അതനുസരിച്ച് അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പേപ്പർ കൊടുത്തിട്ടാണ് അതിന് നമുക്ക് കണക്ഷനൊക്കെ കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളുണ്ട്. അത് വർക്ക് ഫീൽഡിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകും. എന്തായാലും മെഗറിനെ സംബന്ധിച്ച് മെഗറിൻ്റെ പടം വരയ്ക്കുക, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതും കൂടി എഴുതുക.